400 കോടി രൂപ സ്വത്തുള്ള സംഗീത വിജയണ്ണനിൽ നിന്നും ആവശ്യപ്പെട്ട ജീവനശവും നഷ്ടപരിഹാരവും. അപ്പം ഞാൻ ചോദിക്കട്ടെ, 400 കോടിയുള്ള നിങ്ങൾ എന്തിനാ വിജയണ്ണൻ്റെ ഡിവോഴ്സ് ആണെങ്കിൽ ഡിവോഴ്സായി പോകണം, അല്ലാതെ നഷ്ടപരിഹാരമല്ല ചോദിക്കേണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചിട്ട് ഇത്രയും കാലം നിങ്ങളെ പൊന്നു പോലെ നോക്കി പുള്ളി ഒരു എന്താ പറഞ്ഞാൽ ഒരു അത്രയും സ്നേഹിച്ച് കല്യാണം കഴിച്ച് നിങ്ങളെ പൊന്നു പോലെ നോക്കി. നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ് പുള്ളി സിനിമയിൽ അഭിനയിച്ച് കഷ്ടപ്പെട്ട് കുടുംബം നോക്കിയപ്പോൾ ഇപ്പം നിങ്ങൾക്കൊക്കെ വിജയണ്ണനെ തെറ്റിദ്ധാരണ കുറേ റൂമേഴ്സ് വരുന്നുണ്ട്, തൃശ്ശയൊക്കെ ആയിട്ട് ഇഷ്ടത്തിലാണ് ഇതാണ്. അപ്പം ഞാൻ പറയുന്നത് പുള്ളി നിങ്ങളെ നോക്കിയില്ല, എന്നിട്ടും നിങ്ങൾക്കൊരു ഉളുപ്പുണ്ടോ ഇങ്ങനെ ഈ നഷ്ടപരിഹാരം 400 കോടി ആസ്തിയുള്ള പാവം വിജയണ്ണൻ നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ്. അയാൾ സിനിമയിൽ ഇത്രയും കഷ്ടപ്പെട്ടത് കുടുംബത്തിന് വേണ്ടിയാണ്, അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ടുള്ളൊരു ഫാൻ ബോയാണ് ഞാൻ. ഇനിയിപ്പം തൃശ്ശക്കേനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷമുള്ളൂ. ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ ഞാനൊരു സൂപ്പർ സ്റ്റാർ ആവാൻ ഇതേപോലെ ഒരു പെണ്ണ് കല്യാണം കഴിച്ച് ലാസ്റ്റ് ഇഷ്ടമില്ല ഡിവോഴ്സ് ചെയ്യണം പറഞ്ഞാൽ ഞാൻ സ്വത്തൊന്നും കൊടുക്കൂല, എൻ്റെ ഒരു സ്വത്തും ഞാൻ കൊടുക്കൂല. അത് അനാഥമണ്ഡലത്തിലുള്ള പാവപ്പെട്ടവർ കൊടുക്കുന്നത്. വിജയണ്ണ നിങ്ങൾ ഒരിക്കലും ഒരു 5 പൈസ കൊടുക്കരുത്. എന്താ പറഞ്ഞാൽ നിങ്ങൾ പൊന്നു പോലെ നോക്കിയിട്ട് അതിൻ്റെ കണക്ക് ഇങ്ങോട്ട് തരണം മാഡം. വിജയണ്ണ നിങ്ങളെ പൊന്നു പോലെ ഡ്രസ്സിങ്ങും ഷോപ്പിങ്ങിനും എന്താ പറയുക പറയുന്ന ഫുഡൊക്കെ വാങ്ങി തന്നില്ല, അതിൻ്റെ കണക്കൊക്കെ ആദ്യം മാഡം വിജയണ്ണനെ കൊടുക്കണം. എന്തായാലും ഞാൻ വിജയണ്ണൻ്റെ കൂടെ ഇപ്പോൾ നിങ്ങൾ ഈ ചെയ്ത ഇതിന് ഒരിക്കലും ഇതാക്കില്ല. നിങ്ങളൊക്കെ പൊന്നു പോലെ നോക്കി തിന്നിട്ട് എല്ലുമ്മ കുത്തി എന്ന് പറയണം. അപ്പോൾ ആ മനുഷ്യനെ നിങ്ങൾ തട്ടിത്തെറിച്ച് ഇതിനൊക്കെ നിങ്ങൾ കരയും. ഈ ഒരു മനുഷ്യനെ കല്യാണം കഴിച്ച് ഇതാക്കിയില്ലേ. പക്ഷേ എന്തായാലും സങ്കടമുണ്ട് മാഡം, വേറെ ഒന്നും പറയല്ലേ. വിജയണ്ണ 5 പൈസ കൊടുക്കരുത്.